നമസ്കാരം. പ്രധാന വാർത്തകൾ. ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു കൂടി അനുവദിച്ചു. 817 കോടി അനുവദിച്ചതായി ധനമന്ത്രി. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിൽ ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു. ഇതിനായി 817 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 60 ലക്ഷത്തിലധികം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്ന് ധനമന്ത്രി പറഞ്ഞു. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും. നിർത്തിയിട്ട കാറിൽ ചാക്കിൽ സൂക്ഷിച്ച 40 ലക്ഷം കവർന്ന സംഭവം. 2 പേർ പിടിയിൽ. നിർത്തിയിട്ട കാറിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്ന കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ കസ്റ്റഡിയിൽ. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് മോഷണം നടന്നത്. നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്നുവെന്നായിരുന്നു പരാതി. ആനക്കുഴിക്കര സ്വദേശി റഹീസാണ് പരാതി നൽകിയത്. ചാക്കിൽ സൂക്ഷിച്ച പണമാണ് നഷ്ടപ്പെട്ടതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. കാറിന്റെ ഗ്ലാസ് തകർത്താണ് പണമെടുത്തത്. പ്രതികൾ എന്ന് കരുതുന്ന 2 പേരെ മെഡിക്കൽ കോളേജ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം ലഹരിക്കടത്ത് കേസ്. അനിലയ്ക്ക് അന്തർസംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്ന് പോലീസ്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് MDMAയുമായി പിടിയിലായ യുവതിക്ക് അന്തർസംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധമെന്ന് പോലീസ്. കണ്ണൂരിൽ പിടിയിലായ ലഹരിക്കടത്തുകാരൻ അനിലയെ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അനില കൊല്ലത്തേക്ക് ലഹരി എത്തിച്ചത് ഇത് ആദ്യമല്ലെന്നും ഇതിനു മുമ്പ് നിരവധി തവണ ലഹരി എത്തിച്ചെന്നും പോലീസ് കണ്ടെത്തി. കൊല്ലം ജില്ലയിലെ വൻ ലഹരി സംഘങ്ങളുമായി പിടിയിലായ അനില രവീന്ദ്രന് ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം പറഞ്ഞു. അനിലയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് 46 ഗ്രാം MDMAയുമായി അനിലയെ പോലീസ് പിടികൂടുന്നത്. പാക്കറ്റുകളിലാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി. പരസ്യമായി കൊന്നുകളയും. CPM നേതാക്കൾക്ക് ലഹരി സംഘത്തിന്റെ ഭീഷണി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് എതിരെയാണ് കൊലവിളി. കണ്ണൂർ പാനൂരിലാണ് സംഭവം. അരയാക്കൂലിയിൽ നടത്തിയ ലഹരിവിരുദ്ധ പരിപാടിക്ക് പിന്നാലെയായിരുന്നു സംഭവം. CPM ചമ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രകടനവും പൊതുയോഗവും നടത്തി. ഈ പൊതുയോഗം കഴിഞ്ഞുപോയ CPM പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയാണ് ലഹരി സംഘങ്ങളുടെ ഭീഷണിയുണ്ടായത്. CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളെ പരസ്യമായി കൊന്നുകളയുമെന്നടക്കം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കൊട്ടേഷൻ സംഘം ഉൾപ്പെടെ ഇതിന് പിന്നിലുണ്ടെന്നാണ് CPM ആരോപിക്കുന്നത്. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ചു കയറി SNDP സംയുക്ത സമിതി. സ്ഥലത്ത് പോലീസ് കാവൽ. പെരിനാട് കക്കാട്ടെ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് SNDP സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഷർട്ട് ധരിച്ചു കയറിയത്. സ്ഥലത്ത് പോലീസ് കാവൽ ഉണ്ടായിരുന്നെങ്കിലും ആരും തടഞ്ഞില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിച്ചു കയറാൻ അനുവദിക്കണമെന്ന് SNDPയും ശിവഗിരി മഠവും മുമ്പും ആവശ്യപ്പെട്ടിരുന്നു. ഷർട്ട് ധരിക്കാതെ മാത്രം പുരുഷന്മാർ ക്ഷേത്രത്തിൽ കയറണമെന്ന നിബന്ധന എടുത്തുകളയാൻ എറണാകുളം കുമ്പളത്തെ ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രം അടുത്തിടെ തീരുമാനിച്ചിരുന്നു.